ഒരു തുള്ളി എണ്ണയോ നെയ്യോ മുട്ടയോ ഒന്നുമില്ലാതൊരു സാധനം എന്നൊക്കെ കേൾക്കുമ്പോൾ ദേ എല്ലാവരുടെ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാ നോക്കിയിട്ട് വരാം അല്ലേ. 2 നേന്ത്രപ്പഴം ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഇനി അരക്കപ്പ് ശർക്കരപ്പൊടിയിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് മെൽറ്റ് ആവുമ്പോൾ കുറച്ച് തേങ്ങയും ഏലക്കാപ്പൊടി ഇട്ട് വെള്ളം വറ്റി വരുമ്പോൾ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മൾ പുഴുങ്ങിയെടുത്ത പഴത്തിൻ്റെ ഉള്ളിലെ ആ കറുത്ത സാധനമൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഉടച്ചെടുത്ത പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ആരും ധൃതി പിടിക്കണ്ട. ഈ പഴത്തിലും കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഓരോ ബോൾസ് ആയിട്ട് എടുത്തിട്ട് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് പരത്തിയിട്ട് തേങ്ങയുടെ മിക്സ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ബോൾസാക്കി റെഡി ആക്കിയിട്ട് നമ്മൾ ആവിയിൽ വേവിക്കുകയാണ്. വെറും 15 മിനിറ്റ് മതി. ഇന്ന് അടിപൊളി ചായക്കടി സെറ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കല്ലേ.